ഹലോ ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബിലാവട്ടെ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ ഞാൻ വ്ളോഗ് ഇട്ടിട്ട് കുറേ ആയെന്ന് വെച്ചാൽ കുറേയായി. അതിന് റീസൺ വേറെ ഒന്നുമില്ല, മടിയാണ് മെയിൻ പ്രശ്നം. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കും, പിന്നെ ഞാനത് അങ്ങ് വിട്ടും. ഇതാണ് ഇത്ര നാൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം, ഇനി ഫസ്റ്റ് മുതൽ ഞാൻ ഇനിയും തുടങ്ങണം ഗൈസ്. എവിടേക്കോ എത്തിയതായിരുന്നു, ചവിട്ടി പിടിച്ചിട്ട് അതൊക്കെ ബാക്കിലോട്ട് പോയി. ഇനി ഫസ്റ്റോട്ട് ഞാൻ തുടങ്ങാം. അതൊക്കെ പോട്ടെ, ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാനും ഒരു സിനിമയിൽ വന്നു ഗൈസ്, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ സ്റ്റോറിയാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, വേറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞു. സിനിമ ഇറങ്ങിയിട്ട് 2 ആഴ്ച ആയെങ്കിൽ ഞാൻ ഇതുവരെ അത് പോയി കണ്ടിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അതിലുള്ളതുപോലെ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഒരു ചേച്ചി സിനിമയ്ക്ക് പോയപ്പോൾ ആൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടിട്ട് തന്നെ സ്റ്റോറി മെൻഷൻ ചെയ്ത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിൽ ഞാൻ ഉണ്ടെന്ന്. ഇതായിട്ട് വേഷമൊന്നും ഇല്ലെങ്കിലും നമ്മൾ മൂവിയിൽ നമ്മളൊരു ചെറിയ ഫേസ് കാണാമെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണല്ലോ അല്ലേ. അപ്പം ഞാൻ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാമെന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മൂവിക്ക് പോകാനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഈ കാണുന്നത്. ഈ ലിപ്സ്റ്റിക് ഓർമ്മയുണ്ട് ഗൈസ്, എനിക്ക് ആദ്യമായിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ 4 മില്യൺ വ്യൂസ് കിട്ടിയത് ഈ ഒറ്റ ലിപ്സ്റ്റിക് കാരണം. അതുകൊണ്ട് ഞാനിത് എനിക്ക് മേടിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ ലിപ്സ്റ്റിക് ആയിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഇഷ്ടം. ഇതാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഞാനാണെങ്കിൽ മേക്കപ്പ് ചെയ്തിട്ട് സമയം പോയി തന്നെ അറിഞ്ഞില്ല. പിന്നെ ഞാൻ വേഗം ലുലുവിലോട്ട് പോയി. അവിടെ എത്തുമ്പോൾ തന്നെ മൂവി നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവിടെ എത്തിയത് തന്നെ. കാണാറുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? ഒരു സെൽഫി എടുത്തോളൂ. അങ്കിൾ ഒന്ന് മാറാമോ? ഇപ്പോഴും ഉണ്ട് അങ്കിൾ. ഒരു മിനിറ്റ്, ആദ്യം അങ്കിൾ ഒന്ന് പോയിക്കോട്ടെ. അങ്കിൾ പോകും. സത്യം പറയില്ല ഗൈസ്, ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം നമ്മളൊരു ചെറിയൊരു സീനാണെങ്കിലും ജസ്റ്റ് നമ്മളെ ഫേസ് കാണുമ്പോൾ തന്നെ അതും ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എൻ്റെ മോനെ ഈ അടിവയറ്റിൽ മഞ്ഞ് വീഴില്ല, അതെനിക്ക് ഫീൽ ചെയ്തു ഗൈസ്. ലിറ്ററലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ സിനിമ ഇറങ്ങിയത് പിന്നെ നമ്മുടെ അടുത്ത് റിവ്യൂ ചെയ്യാൻ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല ഗൈസ്. എല്ലാവരും പോയി മൂവി കാണണം എന്നപ്പത്രേ ഉള്ളൂ.